മാഡം ഇട്ടിരിക്കുന്നത് പിന്നെ കസ്റ്റമൈസ് ചെയ്തൊരു വേണ്ടി ചെയ്തതാണ്. മാഡം വരുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് വേറെ ആൾക്കാർക്ക് വരുമ്പോൾ ഞങ്ങൾ ആവശ്യക്കാർക്ക് ഇത് ഓർഡർ ചെയ്ത് കൊടുക്കും. ഇത് വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് പിന്നെ സിൽക്കിൽ പിന്നെ സ്റ്റോൺ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. സിൽക്കിലെ സ്റ്റോൺ വർക്ക് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യിക്കുന്ന അവിടെ ഹാൻഡ് വർക്ക് ചെയ്തെടുക്കുക. റെഡിമെയ്ഡ് അല്ല, ഹാൻഡ് വർക്ക് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ഇതുപോലെ ഭംഗിയാണ്. പിന്നെ അതുപോലെ ഇതിന്റെ റെന്റ് എത്രയാണ്? ഇതിന്റെ റെന്റ് പിന്നെ 7,000. പ്രൈസ് ഒരു 35,000 റൗണ്ട്. മാർക്കറ്റ് റേറ്റ് 35-40. 6,000 എന്ന് പറയുന്നത് 4 ഡേയ്സിന് 4 ഡേയ്സിന് എല്ലാ ഐറ്റം 4 ഡേയ്സിനാണ്. 4 ആയാലും 5 ഡേയ്സ് ആയാലും നമുക്ക് എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. ഒറ്റ റേറ്റേ ഉള്ളൂ. ഇപ്പൊ ചിലര് ഇന്നലെ മിനിഞ്ഞാന്ന് കാസർഗോഡ് പിന്നെ കണ്ണൂരൊക്കെ ആൾക്കാർ സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇവിടെ വന്ന് എടുക്കുന്നുണ്ട്. അത് കൊണ്ടുപോയ കാര്യമാണ്. വെറുതെ പറയല്ല, കറക്റ്റായിട്ട് ഉള്ള സംഭവം കാര്യമാണ്, പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഇനിയിപ്പോൾ ചിലപ്പോൾ 7 ഡേയ്സ് എടുക്കും. അതിനിപ്പോൾ 7,000 ആണ്. 7,000 മാത്രമേ ഉള്ളൂ. എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. കൂടിയാലും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഡെപ്പോസിറ്റ് എത്ര? ഡെപ്പോസിറ്റ് 1,000, ചിലതിന് 2,000 മാക്സിമം. വില കൂടിയ ഐറ്റത്തിന് 2,000 ഉള്ള. അല്ലാതെ ഇതിന്റെ ഫുൾ റേറ്റ് ഒന്നും ഡെപ്പോസിറ്റ് കസ്റ്റമർക്ക് തരാൻ പറ്റത്തില്ല. ഞങ്ങൾ അവരുടെ അഡ്രസ്സ് മേടിച്ചു. ID പ്രൂഫ് ഒന്നുമില്ല. അഡ്രസ്സും ഫോൺ നമ്പറും മേടിച്ചു വെച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടാതിരിക്കത്തില്ല. ചില കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. വരുമ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി മേടിക്കും, അവിടെ പോയി മേടിക്കും. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. എറണാകുളത്ത് 2-3 കേസ് ഉണ്ടായിട്ടുണ്ട്. റയറാ. ഒരു 1000 കസ്റ്റമർ കൊണ്ടുപോകുമ്പോൾ ഒരു 2 പേരും അങ്ങനെ ചെയ്യത്തുള്ളൂ. ഇത് നമുക്ക് അത് അത്രേ ഉള്ളൂ. അവർ മറന്നു പോകുന്നതായിരിക്കും. മറന്നല്ല, 3-4 പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം എൻ്റെ സ്റ്റാഫ് എറണാകുളത്ത് വിളിച്ച് പറഞ്ഞ് 2 ആഴ്ച വിളിച്ച് നിന്നില്ല. ഞാനൊരു ദിവസം പറഞ്ഞു ഇന്ന് 5 മണിക്ക് മുമ്പ് സാധനം എത്തിച്ചില്ലെങ്കിൽ വീട്ടിൽ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മണിയായപ്പോൾ സാധനം എത്തിച്ചു. കാര്യമില്ല.